നിവിൻ പോളി എന്തുകൊണ്ടാണ് ആരാധിച്ചത് ഞാൻ ചോദിച്ചു, ഞാൻ അന്നേരം ചോദിച്ചു എടുത്ത്. ഞാൻ വിചാരിച്ചു നീ പറയാൻ വരുന്ന ഭയങ്കര വലിയൊരു ഉത്തരവാണെന്ന് ഞാൻ വിചാരിച്ചു. നീ എന്താണ് നിവിൻ പോളിയിലേക്ക്? അത് പുള്ളി ചെയ്ത ഓരോ കഥാപാത്രങ്ങൾ അത്രയും എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തുകൊണ്ടാണെന്ന്. പുള്ളി ചെയ്ത കഥാപാത്രങ്ങൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് അയാൾ നിവിൻ പോളിയെ മാതൃകാ പുരുഷനായിട്ട് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു തലത്തിലെത്തി നിൽക്കുകയാണ്. മനസ്സിലായി. എനിക്ക് വളരെ മ്ലേച്ഛമായ ഒരു ഉത്തരവാദിത്തം. എനിക്ക് നിവിൻ പോളിയോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞാനത് പറഞ്ഞത്. നിവിൻ പോളിയുടെ സ്ഥാനത്ത് വേറൊരാൾ ആരായിരുന്നെങ്കിലും ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള, അതല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ആരായാലും എനിക്കങ്ങനെ തോന്നുള്ളൂ. ഇപ്പോൾ മോഹൻലാലാണെന്ന് കൂട്ടിക്കുള്ളൂ, അയാളുടെ കഥാപാത്രങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ പറഞ്ഞ ആസ്പെക്റ്റിലാണെങ്കിൽ പിന്നെ നമുക്ക് സമ്മതിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പയ്യൻ പറയുമ്പോൾ എനിക്ക് അവനോട് പുച്ഛമാണ് തോന്നിയത് അന്നേരം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇത് ഒരു മെജോറിറ്റി, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മെജോറിറ്റിയിലേക്ക് എത്തുക, ഫിറോസിന് നിവിൻ പോളിയോട് എന്തോ അസ്വസ്ഥ ഉണ്ട് എന്നല്ല? ഒരിക്കലുമില്ല. അയ്യോ, എനിക്ക് നിവിൻ പോളി, ഞാൻ ഇപ്പോൾ നിവിൻ പോളി അവൻ പറഞ്ഞുകൊണ്ട് പറയട്ടെ, നിവിൻ പോളിയുടെ സ്ഥാനത്തിന് ഇപ്പോൾ മോഹൻലാൽ എന്നോ മമ്മൂട്ടി എന്നോ രജനീകാന്ത് ആരെന്ന് പറഞ്ഞാലും കഥാപാത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഇൻസ്പയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി. അപ്പം നമ്മൾ ഒരു ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് ഇൻസ്പയർ മാതൃക എന്നൊക്കെ തോന്നുമ്പോൾ അതിനൊരു ക്വാളിറ്റി വേണ്ടേ? കഥാപാത്രങ്ങളുണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. അതെനിക്ക് വലിയ പേഴ്സണലി അതിന് മ്ലേച്ഛമായിട്ട് തോന്നി. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്.